പോർക്കളം മുറുകിയപ്പോഴും തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയം കോട്ടയത്തും രാഷ്ട്രീയം തന്നെ. മുന്നണിക്കുള്ളിലെ ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുവെങ്കിലും 2010 വൻ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്നാണ് UDF പാളയങ്ങളുടെ വിശ്വാസം. ഒരു തിരിച്ചുവരവിനുള്ള പ്രതീക്ഷയിലാണ് LDF. BJP ആകട്ടെ SNDPയുമായുള്ള കൂട്ടുകെട്ട് ഗുണം ചെയ്യുമെന്നും കരുതുന്നു. 22 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 71 ഗ്രാമപഞ്ചായത്തുകൾ. കോട്ടയം, ചങ്ങനാശ്ശേരി, പാല, വൈക്കം എന്നീ നഗരസഭകൾക്ക് പുറമെ ഏറ്റുമാനൂർ, ഈരാറ്റുപേട്ട എന്നീ പുതിയ നഗരസഭകളും. കോട്ടയത്തിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രമാണിത്. 2005 ബലാബലം നീങ്ങിയ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരിയ മുൻതൂക്കം നേടിയത് LDF ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ വൻ തിരിച്ചുവരവാണ് UDF കോട്ടയത്ത് നടത്തിയത്. 73 ഗ്രാമപഞ്ചായത്തുകളിൽ 58ഉം UDF നേടിയപ്പോൾ 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒരെണ്ണം മാത്രമാണ് LDFന് നേടാനായത്. 23 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 19ഉം UDF പിടിച്ചടക്കി. 2010 4 നഗരസഭകളിലും ആദ്യം അധികാരത്തിലെത്തിയ UDFന് എന്നാൽ പിന്നീട് ചങ്ങനാശ്ശേരി നഗരസഭ 2014 നഷ്ടപ്പെട്ടു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ വർഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും UDF കോട്ടയാക്കി മാറ്റിയ ജില്ലയാണ് കോട്ടയം. പ്രാദേശിക വികസന വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണെങ്കിലും അതതു സമയത്തെ രാഷ്ട്രീയവും മതസമുദായങ്ങളുടെ നിലപാടുകളുമാണ് കോട്ടയത്തെ തെരഞ്ഞെടുപ്പുകളുടെ ഫലത്തെ സ്വാധീനിക്കാറുള്ളത്. മന്ത്രി KM മാണിയുടെയും കേരള കോൺഗ്രസിൻ്റെയും ഈറ്റില്ലമായ ജില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്വന്തം തട്ടകം. മന്ത്രിമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയും KC ജോസഫിൻ്റെയും ജില്ല. കേരള കോൺഗ്രസ് സെക്യുലർ നേതാവ് PC ജോർജിൻ്റെയും LDF കൺവീനർ വൈക്കം വിശ്വൻ്റെയും ജില്ല. നേതാക്കളാൽ സമ്പുഷ്ടമാണ് കോട്ടയം. കോൺഗ്രസ്, കേരള കോൺഗ്രസ് M പാർട്ടികളുടെ ശക്തി പ്രകടനമാകും UDF സാധ്യതകൾ. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോര് ഇത്തവണ ജില്ലയിലെ സീറ്റ് വിഭജനത്തിൽ ഇല്ലായിരുന്നുവെന്നതാണ് നേതൃത്വത്തിൻ്റെ ഒരാശ്വാസം. സീറ്റ് വിഭജന ചർച്ചകൾ പാതിരാവും കടന്ന് പുലർച്ചെ വരെ പല ദിവസങ്ങളിലും നീങ്ങിയെങ്കിലും അവസരങ്ങൾ ഇല്ലാതെയാണ് ഗ്രൂപ്പുകൾക്ക് വീതം വയ്പ് നടത്തിയത്. ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന 11 സീറ്റുകളിലും പുതുമുഖങ്ങളെയാണ് കോൺഗ്രസ് ഇത്തവണ അംഗം വെട്ടാൻ ഇറക്കിയിരിക്കുന്നത്. ജില്ലയിൽ 940 സീറ്റുകളിലാണ് കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ മത്സരത്തിനിറങ്ങുന്നത്. കോട്ടയത്ത് കോൺഗ്രസ് ഗ്രൂപ്പുകളില്ല. എല്ലാവരെയും ഒരേ മനസ്സോടുകൂടി ഒന്നിച്ച് കാണാനാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വവും കമ്മിറ്റിയും ആഗ്രഹിക്കുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുവർത്തിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഗ്രൂപ്പിൻ്റെ ഒരു പ്രശ്നം, അതിൻ്റെ ഒരു അതിപ്രസരം ഒരു കാലത്തും ജില്ലയിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. അതേസമയം കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും തമ്മിലായി തർക്കങ്ങൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് തൊട്ടുമുൻപ് കേരള കോൺഗ്രസ് M ചെയർമാൻ KM മാണി സീറ്റ് വിഭജനം സംബന്ധിച്ച അസ്വാരസ്യങ്ങൾ പരസ്യമാക്കി. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശക്തിക്കനുസരിച്ച് സീറ്റുകൾ ലഭിക്കുന്നില്ലെന്നായിരുന്നു KM മാണിയുടെ പരിഭവം. കോൺഗ്രസ് നേതൃത്വം KM മാണിക്കെതിരെ പരസ്യമായി തന്നെ രംഗത്തെത്തി. ജില്ലയിലെ സീറ്റ് വിഭജനം പാർട്ടികളുടെ ശക്തിക്കനുസരിച്ച് തന്നെയാണ് പൂർത്തിയാക്കിയതെന്നായിരുന്നു DCC അധ്യക്ഷൻ ടോമി കല്ലാനിയുടെ പ്രതികരണം. ചർച്ചകൾക്കൊടുവിൽ 549 സീറ്റുകളിലാണ് 2 ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് എന്ന പാർട്ടിയും KM മാണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി ഏറ്റവും അധികം വെല്ലുവിളികളെ നേരിടുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇവിടെ അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും അവർക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയിട്ടില്ല, അണികളിൽ വലിയ ചോർച്ച ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതൊക്കെ തെളിയിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ കേരള കോൺഗ്രസിന് ഏറ്റവും അധികം തലവേദനയായി മാറിയ PC ജോർജ് കേരള കോൺഗ്രസിൽ നിന്നും മാറി LDF പിന്തുണയോടെ മത്സരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ PC ജോർജിൻ്റെ മാറ്റം കേരള കോൺഗ്രസിനെ ബാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത കേരള കോൺഗ്രസിനുണ്ട്. UDF രാഷ്ട്രീയത്തിൽ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള ഒരു മത്സരം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പരസ്പരം അകത്ത് ഒരു പോര് നടക്കുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പിന്നീട് നടന്ന മാരത്തൺ സീറ്റ് വിഭജന ചർച്ചകൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് വരെ നീണ്ടു. പ്രചാരണം കൊഴുക്കുമ്പോൾ ഇരുവിഭാഗവും ചിലയിടങ്ങളിലെങ്കിലും സൗഹൃദ മത്സരങ്ങളുമായി രംഗത്തുണ്ട്. രണ്ട് പാർട്ടികളുടെയും ജില്ലാ നേതൃത്വം അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ മത്സരിക്കട്ടെ.
മത്സരിച്ച് ജയിക്കട്ടെ എന്നൊരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. പൂർണ്ണമായും നല്ല ഐക്യത്തിലും ഒന്നിച്ചുള്ള മനസ്സുമായിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്ന ആ വാർഡുകളിലൊന്നും LDF നേട്ടം കൊയ്യില്ല, ഉറപ്പാണ്. LDF ഒരു കാരണവശാലും ജയിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. നടപടിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. രണ്ട് തലത്തിലാണ്. ഒന്ന്, കോൺഗ്രസിനെതിരെ മത്സരിക്കുന്ന ധാരണയുള്ള സ്ഥലങ്ങളിൽ ഈ 2 പഞ്ചായത്ത് ഒഴികെ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നു. കേരള കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥികളെ മുഴുവൻ പുറത്താക്കി. മുഖം നോക്കാതെ, അവരുടെ സീനിയോറിറ്റി നോക്കാതെ, അവരുടെ പാരമ്പര്യം നോക്കാതെ പുറത്താക്കി. മുൻകൂട്ടി ചർച്ചയിലൂടെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കിയതിനാൽ LDFന് പ്രചാരണ രംഗത്ത് നേരത്തെ തന്നെ സജീവമാകാൻ സാധിച്ചു. കൂടുവിട്ട് കൂടുമാറിയ PC ജോർജും അദ്ദേഹത്തിൻ്റെ പാർട്ടി കേരള കോൺഗ്രസ് സെക്യുലറും ഇത്തവണ ബലപരീക്ഷണത്തിനൊരുങ്ങുന്നത് ഇടതുപക്ഷത്തിൻ്റെ ലേബലിലാണ്. ജില്ലാ പഞ്ചായത്തിൽ 13 ഇടങ്ങളിലാണ് CPM മത്സരിക്കുന്നത്. CPI 5, ജനതാദൾ NCP എന്നിവർ ഓരോ ഡിവിഷനുകളിലും മത്സരിക്കുമ്പോൾ ഇടതുമുന്നണിയുടെ പടിവാതിലിലെത്തിയ PC ജോർജിന്റെ കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടിക്ക് 2 സീറ്റുകൾ ലഭിച്ചു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നേരിട്ടെത്തി ചർച്ച നടത്തിയാണ് PC ജോർജ് ഇടതുമുന്നണിയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിച്ചത്. 2 സീറ്റുകൾക്ക് പുറമെ കുറുവലങ്ങാട് ഡിവിഷനിൽ സെക്യുലർ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ് LDF സ്വതന്ത്രനായി മത്സരിക്കുന്നത്. തത്വത്തിൽ ഇടതുമുന്നണിയിൽ നിന്ന് 3 സീറ്റുകളാണ് സെക്യുലർ പാർട്ടിക്ക് തരപ്പെട്ടത്. NCP, ജനതാദൾ എന്നീ കക്ഷികൾക്ക് പരിഭവം ഉണ്ടായിരുന്നുവെങ്കിലും CPM വല്യേട്ടനെ പേടിച്ച് അവകാശവാദങ്ങൾക്ക് അവർ ഇറങ്ങിത്തിരിച്ചില്ല. ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചും SNDP BJP ബന്ധത്തിന്റെ രാഷ്ട്രീയത്തെ വിമർശിച്ചുമാണ് ഇടതുമുന്നണി ജില്ലയിൽ പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. സീറ്റ് വിഭജന ചർച്ചയെ സംബന്ധിച്ചോളം വലിയ തർക്കങ്ങളുണ്ടായില്ല. അതേപോലെ തന്നെ മറ്റ് പ്രകടന പത്രിക പ്രകാശനം ചെയ്യൽ, സ്ഥാനാർത്ഥി നിർണയം, ഈ കാര്യങ്ങളെല്ലാം തന്നെ പൊതുവിൽ ഐക്യത്തോടു കൂടിയും തർക്കങ്ങളില്ലാതെയും പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും, പൊതുവിൽ റിബൽ സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ ജനാധിപത്യ പൊതുവെ കുറവായി വന്നതും ഏറെ മുന്നോട്ട് പോകാൻ സഹായകരമായി മാറിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. UDF ആകട്ടെ ഇവിടെ BJPയുമായി കൈകോർത്ത് നിന്ന് ഒരുപക്ഷെ അതിൽ BJPയുടെ പല നയങ്ങളും ഇവിടെ നടപ്പിലാക്കാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെൻറ്റായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മാറുകയാണ്. ഈ ജില്ലയിലെ കൃഷിക്കാരെ സംബന്ധിച്ചുള്ള ഇന്ന് അഭിമുഖീകരിക്കുന്ന നാനാതരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ണീർ കയത്തിലാണ് റബ്ബർ കൃഷിക്കാർ. നെൽകൃഷിക്കാരും ക്ഷീരകൃഷിക്കാരും താറാവ് കൃഷിക്കാരും എല്ലാം പ്രയാസകരമായ സാഹചര്യത്തിലാണ്. ഈ ഗവൺമെൻറ് ആകട്ടെ ഇവർക്ക് വേണ്ടി പ്രഖ്യാപിച്ച എല്ലാ പാക്കേജുകളും പൊളിഞ്ഞു, വെറും പാഴ്വാക്കുകളായി. 300 കോടി രൂപ റബ്ബർ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് 4.5 കോടി രൂപ പോലും ഇതുവരെ ചെലവഴിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ റബ്ബർ കൃഷിക്കാരെ പറ്റിക്കുന്ന സമീപനമാണ് UDF ഗവൺമെൻറ് പ്രഖ്യാപിച്ചെന്നും കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ ഈ രംഗത്ത് വിവേചനത്തോടു കൂടിയ സമീപനം റബ്ബർ കൃഷിക്കാരോട് എടുക്കുന്നു എന്നുള്ളതും നല്ല രൂപത്തിൽ റബ്ബർ കൃഷിക്കാരും തിരിച്ചറിയുന്നു. ഇടതു വലതു മുന്നണികൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സെമി ഫൈനലെങ്കിൽ പൂഞ്ഞാർ MLA PC ജോർജിനും സെക്യുലർ പാർട്ടിക്കും ഇതൊരു ഫൈനലാണ്. ജില്ല ഉറ്റുനോക്കുന്ന വാശിയേറിയ പോരാട്ടമാണ് പൂഞ്ഞാർ ഡിവിഷനിലും കാഞ്ഞിരപ്പള്ളി ഡിവിഷനിലും നടക്കുന്നത്. PC ജോർജിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഇവിടങ്ങൾ. പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി ഡിവിഷനുകളിലെ തെരഞ്ഞെടുപ്പ് ഫലം PC ജോർജിന്റെ കൂടി വിധിയെഴുത്താണ്. 2 ഡിവിഷനുകളുടെ പഞ്ചായത്തുകൾ ചേർന്നതാണ് പൂഞ്ഞാർ നിയമസഭാ മണ്ഡലം. ശ്രദ്ധേയ പോരാട്ടമാണ് പൂഞ്ഞാറിൽ നടക്കുന്നത്. കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന നിർമ്മല ജിമ്മിയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ലിസി സെബാസ്റ്റ്യനാണ് സെക്യുലർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി. തീപാറും പോരാട്ടമാണ് ഇവിടെ നടക്കുക. അരയും തലയും മുറുക്കി PC ജോർജ് പ്രചാരണ രംഗത്തുണ്ട്. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും നമ്മളെ 2+1 ജയിച്ചാൽ ഒരു സംശയം വേണ്ട, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും ജില്ലയിൽ. ഒരു സംശയമില്ല. സംശയം എന്താ, ഈ 3 പേരും ജയിക്കുമെന്ന് പൊതുസമൂഹം അംഗീകരിച്ചു കഴിഞ്ഞല്ലോ. അതിനകത്ത് തർക്കത്തിന് സാധ്യതയില്ല. കാരണം ഈ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ മഹത്വം കൂടുണ്ട്. ഈ 3 സ്ഥാനാർത്ഥികളും രാഷ്ട്രീയം വിട്ടുള്ള മഹത്വവും അതോടൊപ്പം എതിർ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനം കണ്ട് മടുത്ത ജനങ്ങളുടെ ചിന്തയും ഒക്കെയാണ് ഈ 3 സ്ഥാനാർത്ഥികൾക്കും വിജയം നൽകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയക്കാർക്കും നിർണായകമാണ് എല്ലാ തെരഞ്ഞെടുപ്പും. ഏത് നിയമസഭയാവട്ടെ, പാർലമെൻ്റ് ആവട്ടെ, അസംബ്ലി, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടക്കുമ്പോഴും
എല്ലാ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്, യാതൊരു തർക്കവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു പൂർണ്ണമായ തോതിൽ സെക്കുലർ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം സ്പീക്കർ മുമ്പിൽ കേസ് നിൽക്കുക, എല്ലാ ദിവസവും തോന്നി അവധിക്ക് വെച്ച് എന്നെ പ്രവർത്തിക്കാൻ പോലും എനിക്ക് അവസരം തരാത്ത ഒരു നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എത്രമാത്രം ശക്തി തെളിയിക്കാൻ കഴിയുന്നു എന്നതനുസരിച്ചായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PC ജോർജിന് LDFിൽ ഉള്ള ഒരു പ്രസക്തി. സാന്നിധ്യമറിയിക്കാൻ BJP SNDPയുമായി ധാരണയോടെ ജില്ലയുടെ വിവിധയിടങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. ക്ലിയർ കട്ട് ധാരണയാണ് ഈ SNDP വിഭാഗമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാതിരുന്ന ഒരു മാറ്റമാണ്. ഇപ്പോൾ ഒരു പുതിയ വിഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളോടൊപ്പം വരികയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഒരു മാറ്റം മാത്രമല്ല, മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം, BJP മെമ്പർഷിപ്പിൽ വന്നിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള കോട്ടയം ജില്ലയിലെ വളർച്ച, ഈ ഒരു മാറ്റവും ഈ ഒരു വളർച്ചയും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കോട്ടയം ജില്ലയിൽ വലിയ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യതയുണ്ട്. ബാർക്കോഴ കേസ് വിവാദവും കോട്ടയത്തിൻ്റെ നടുപൊടിച്ച റബ്ബർ വില തകർച്ചയും അപ്പർ കുട്ടനാടൻ മേഖലയിലെ നെല്ല് സംഭരണത്തിലെ പാളിച്ചകളും തൊട്ട കുടിവെള്ളവും റോഡ് ഗതാഗതവും വരെ ഇഴകീറി ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ്. കോട്ടയം എന്ന കോട്ട ഉറപ്പിച്ച് നിലനിർത്താൻ UDFനാകുമോ? കോട്ടകൊത്തളങ്ങൾ തകർക്കാൻ LDFന് കഴിയുമോ? ഒരു നുഴഞ്ഞുകയറ്റം നടത്താൻ BJPക്കാകുമോ? കാത്തിരിക്കാം. ഫലം നവംബർ 7-ന്. UDFന് ഇന്നും മേൽക്കൈയുള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പ്രതികൂല കാലാവസ്ഥയിലും പാർലമെൻറ്റിൽ നേടിയ വിജയം ഇതിൻ്റെ ഉദാഹരണമാണ്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ സ്ഥിതി മറ്റൊന്നാണ്. 2010 UDFനെ പിന്തുണച്ച ജില്ല 2005 LDFനൊപ്പമാണ് നിന്നത്. മതസാമുദായിക സംഘടനകളും വിമതരും മറ്റ് പ്രാദേശിക പ്രശ്നങ്ങളും രാഷ്ട്രീയ പാർട്ടികൾക്ക് അത്ര എളുപ്പത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കില്ലെന്ന സൂചനകളാണ് നൽകുന്നത്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3815 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 53 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 2895 പേരും 4 നഗരസഭകളിലായി 920 പേരും, ബ്ലോക്ക് പഞ്ചായത്തിൽ 384 പേരും, ജില്ലാ പഞ്ചായത്തിലേക്ക് 61 പേരും മത്സരിക്കുന്നു. 9,96,171 വോട്ടർമാരാണ് ജില്ലയിൽ ഉള്ളത്. ഇതിൽ 4,66,441 പേർ പുരുഷന്മാരും 5,29,730 പേർ സ്ത്രീകളുമാണ്. 2005 നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകമാനമുണ്ടായ അലയൊലികൾ പത്തനംതിട്ടയിലും ഉണ്ടായി. ജില്ലാ പഞ്ചായത്തും നഗരസഭകളും ഭൂരിഭാഗം പഞ്ചായത്തുകളും LDFനൊപ്പം നിന്നു. എന്നാൽ 2010 സ്ഥിതി മാറി. UDFന് ആധിപത്യമുള്ള ജില്ലയിൽ അവർ വൻ തിരിച്ചുവരവ് നടത്തി. ജില്ലാ പഞ്ചായത്തും നഗരസഭയുമടക്കം എല്ലാ മേഖലയിലും വ്യക്തമായ ആധിപത്യം UDF തെളിയിച്ചു. പിന്നാലെ വന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MPക്കെതിരെ ശക്തമായ ജനവികാരമുണ്ടായിട്ടും സീറ്റ് നിലനിർത്താൻ UDFന് സാധിച്ചു. എന്നാൽ വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ജില്ല തയ്യാറെടുക്കുമ്പോൾ ആർക്കൊപ്പം നിൽക്കുമെന്നതിൽ വ്യക്തതയില്ല. പ്രാദേശിക പ്രശ്നങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികളും ജാതിമത സംഘടനകളുടെ നിലപാടുകളും വിമതരും മുന്നണികളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് വ്യാപൃതമായിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ സ്ഥാനാർത്ഥികളുടെ അഭ്യർത്ഥനകളുമായി മുനിസിപ്പൽ വാർഡുകളിൽ മുനിസിപ്പൽ സ്ഥാനാർത്ഥിയുടെ, ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ബ്ലോക്ക്, ജില്ലാ, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ അഭ്യർത്ഥനകളുമായി വീട് വീടാന്തരം കയറി വോട്ടഭ്യർത്ഥിക്കുന്ന പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങളിലുള്ള അനുഭവം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വലിയ തിരിച്ചുവരവ് നടത്താൻ പോകുന്നു എന്നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ വിജയം UDF നിലനിർത്തുക മാത്രമല്ല
കഴിഞ്ഞ തവണത്തിനെക്കാട്ടിലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾ UDF അനുകൂലമായി വിധി എഴുതുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇത് വെറുതെ ഞങ്ങൾ പറയുന്നതല്ല. ഈ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ഒരു വിജയ സാധ്യതയുമില്ലാതെ മുന്നോട്ട് പോകുന്നൊരു കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP ചില സ്ഥലങ്ങളിലൊക്കെ ചില പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും കാര്യമായി അതൊന്നും പത്തനംതിട്ടയെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് പത്തനംതിട്ട ജില്ലയിൽ നല്ല സാധ്യതകളാണ്. ഒരുപക്ഷെ കേരള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ ഭരിക്കുന്ന ഒരു ജില്ലയായിട്ട് പത്തനംതിട്ട ജില്ല മാറാൻ പോവുകയാണ്. അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ അടിത്തറയും സംഘടനാ ശേഷിയും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് പത്തനംതിട്ട ജില്ലയിലുണ്ട്. സീറ്റ് വിഭജനത്തിൽ ഇടത് വലത് മുന്നണികൾക്ക് ഏറ്റവുമധികം പ്രതിസന്ധിയുണ്ടാക്കിയ ജില്ലയാണ് പത്തനംതിട്ട ജില്ല. UDFൽ കേരള കോൺഗ്രസ് അതൃപ്തിയോടെയാണ് മത്സരരംഗത്തുള്ളത്. AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാരും വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. CPMലും വിമതശല്യം രൂക്ഷമായത് ചില ഭീഷണികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. BJP സീറ്റ് വിഭജനം വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഒന്നും പറയാനാകില്ലെന്നാണ് ഇവർ പറയുന്നത്. UDFൽ കേരള കോൺഗ്രസ് ജില്ലാ പഞ്ചായത്തിലേക്ക് 4 സീറ്റുകൾ ചോദിച്ചു. എന്നാൽ ഇത് നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല. കിട്ടിയ 2 സീറ്റുമായി മത്സര രംഗത്തുണ്ടെങ്കിലും അതൃപ്തി ഇവർ തുറന്നു പറയുന്നുണ്ട്. കോൺഗ്രസിനുള്ളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പ്രശ്നങ്ങൾ സങ്കീർണമാണ്. സീറ്റ് വീതം വെച്ചതിലെ അമർഷം തീർക്കാൻ DCC യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകാൻ മന്ത്രി അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ തയ്യാറായി. അവസാനം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസമാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. എന്നാൽ നിരവധി പേർ നടപടി വകവെക്കാതെ കോൺഗ്രസ് വിമതരായി മത്സരിക്കുന്നുമുണ്ട്. കൂടാതെ യൂത്ത് കോൺഗ്രസുകാർക്ക് പരിഗണന ലഭിച്ചില്ലെന്ന പേരിലും പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ സീറ്റ് വിഭജനം തന്നെ കീറാമുട്ടിയായിട്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനിറങ്ങുന്നത്. വിമതന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടും ഒരാളെ മാത്രമാണ് കോൺഗ്രസ് പുറത്താക്കിയത്. അല്ല, സീറ്റ് വിഭജനത്തിൽ അതൃപ്തിയുള്ള ചില ആളുകൾ റിബലായിട്ട് മത്സരിക്കാനും മറ്റുള്ള അതൊക്കെ വളരെ പ്രാധാന്യമുള്ള ആളുകളൊന്നും തന്നെ ഇല്ല. വളരെ പ്രാധാന്യമില്ലാത്ത ചില പ്രവർത്തകരൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ നിന്നത്. പല ആളുകളോടും മാറാൻ പറഞ്ഞു. കുറേയേറെ ആളുകൾ മാറാത്ത ആളുകളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. സാധാരണ പുറത്താക്കി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ തിരികെ വരുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ KPCC നേതൃത്വം ഈ കാര്യത്തിൽ വലിയ ഒരു ശക്തമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ പത്തനംതിട്ട നഗരസഭയിൽ RSPയും അടൂർ നഗരസഭയിൽ മുസ്ലിം ലീഗും കോൺഗ്രസിന്റെ ഏകാധിപത്യത്തിനെതിരെ മത്സരരംഗത്തുണ്ട്. CPMന്റെ കാര്യത്തിലും സ്ഥിതി മോശമല്ല. വിമതശല്യം രൂക്ഷമായിരുന്നുവെങ്കിലും പുറത്തറിയാൻ വൈകി. 11 പേരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ധൈര്യം കാണിച്ചുവെങ്കിലും തിരഞ്ഞെടുപ്പിനെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി സ്ഥാനാർത്ഥികളായി മത്സരരംഗത്ത് വരാൻ ഇടയായിട്ടുള്ളത്. അത് വളരെ കുറച്ച് മാത്രമാണ്. ഞങ്ങളുടെ ഈ 10 ഏരിയ കമ്മിറ്റികൾ പ്രദേശങ്ങളെടുത്ത് പരിശോധിച്ചാൽ ചുരുക്കം ചില ആളുകൾ മാത്രം, വളരെ വിരളയിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അത്തരത്തിൽ പാർട്ടി തീരുമാനത്തിൻ്റെ ലംഘനം നടത്തിയിട്ടുള്ളവരായിട്ടുള്ളത്. അത്തരക്കാരെ ഒക്കെ തന്നെ പാർട്ടി നടപടിക്ക് വിധേയമാക്കിക്കൊണ്ട് പാർട്ടിക്ക് പ്രവർത്തിക്കാൻ നല്ല യോജിപ്പോടുകൂടി ഐക്യത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന അനുഭവമാണുള്ളത്. SNDPയുമായുള്ള ബന്ധത്തിൽ മികച്ച വിജയം പ്രതീക്ഷിക്കുന്ന BJP കൂടുതൽ സീറ്റുകൾ പത്തനംതിട്ടയിൽ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഈ ബന്ധം അത്ര ഫലപ്രദമാകില്ലെന്നാണ് വിലയിരുത്തൽ. അടൂർ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് മറച്ചുവെക്കാൻ വെള്ളാപ്പള്ളി BJP നേതാവിനെ കൊണ്ടുവന്നപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറിയത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് BJP SNDP ബന്ധം ജില്ലയിൽ അത്ര വിജയകരമല്ലെന്ന് തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിൽ SNDP മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SNDPയും NSSും പൊലേർ മഹാസഭ എല്ലാ സമുദായ സംഘടനകളും ഭാരതീയ ജനതാ പാർട്ടി ധാരാളം ആൾക്കാരായി അത് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ധാരാളം സ്ഥാനാർത്ഥികൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് SNDP എന്ന് പറയുന്ന പ്രസ്ഥാനവും ഇന്ന്
ഞങ്ങളോട് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ പത്തനംതിട്ട ജില്ലയിൽ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ക്രിസ്ത്യൻ, നായർ, ഈഴവ വിഭാഗങ്ങൾക്ക് വ്യക്തമായ സ്വാധീനമുള്ള മേഖലയാണ് പത്തനംതിട്ട ജില്ല. പ്രത്യേകിച്ച് തിരുവല്ല ഉൾക്കൊള്ളുന്ന പടിഞ്ഞാറൻ മേഖലകളിൽ ഇവരുടെ സ്വാധീനം പ്രകടമാകുക തന്നെ ചെയ്യും. ഇത് മുൻപിൽ കണ്ടുള്ള തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. കിഴക്കൻ മേഖലയിലെ ക്വാറി പ്രവർത്തനം, ആറന്മുളയിലെ വിമാനത്താവളം, അപ്പർ കുട്ടനാട്ടിലെ കുട്ടനാട് പാക്കേജ്, ഈ വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടും ജനങ്ങൾക്ക് നൽകുന്ന മറുപടിയുമായിരിക്കും തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങളെ നിർണയിക്കുക. മന്ത്രി അടൂർ പ്രകാശിന്റെ മണ്ഡലമായ കോന്നി അടക്കമുള്ള കിഴക്കൻ മേഖലകളിൽ കോറി പ്രശ്നം കുറച്ചൊന്നുമല്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിന് നേരെ മുഖം തിരിച്ചപ്പോൾ ആൾക്കൂട്ടങ്ങൾ മാത്രമായി കോറി വിരുദ്ധ സമരങ്ങൾ. എന്നാൽ ഈ മേഖലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തി പശ്ചിമഘട്ട സംരക്ഷണ സമിതി അടക്കമുള്ളവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് വെല്ലുവിളി നൽകുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിട്ടില്ല. കോറി മാഫിയയുടെ പ്രവർത്തനങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ ശക്തമായ രീതിയിൽ UDF സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് പലപ്പോഴും നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. കോറി മാഫിയയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയെ വളരെയേറെ ദൂഷണം ചെയ്യുന്ന, കുഴപ്പത്തിലാക്കുന്ന ഖനനത്തിനോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് യോജിപ്പില്ല. പക്ഷേ മനുഷ്യൻ്റെ ആവശ്യത്തിന്, അത്യാവശ്യ വികസന പ്രവർത്തനങ്ങൾക്കും ഇതെല്ലാം ആവശ്യമാണ് താനും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഞങ്ങൾ വ്യക്തമായ തീരുമാനം ഇക്കാര്യത്തിൽ CPM സ്വീകരിച്ചിട്ടുണ്ട്. പുതുതായി ഒരു കോറികൾക്കും അനുവാദം കൊടുക്കാൻ പാടില്ല എന്ന് വ്യക്തമായ തീരുമാനം CPMൻ്റെ ജില്ലാ കമ്മിറ്റി തന്നെ എടുത്തിട്ടുള്ളതാണ്. ഇവിടെ നിലനിൽക്കുന്ന ചില കോറികളെ സംബന്ധിച്ചിടത്തോളം നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന, പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാവാതെ ജനങ്ങൾക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നിർത്തണം എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ആറന്മുള വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച CPMന് പോലും കോറി വിഷയത്തിൽ മൃദു സമീപനം തന്നെയാണ് ഉള്ളത്. ജനകീയ സമരങ്ങൾ അടിച്ചമർത്തുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. ഇവിടെ നടക്കുന്ന ജനം പൊറുതിമുട്ടിയാണ് ഈ സമരമുഖങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ ആ സമരമുഖങ്ങൾ മുഴുവൻ തച്ചു തകർക്കുന്നത് ഇവിടുത്തെ ഇടതു വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ജില്ലയിൽ വിമാനത്താവളം വരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും വീണ്ടും ചർച്ചകൾ സജീവമാക്കി. ആറന്മുളയിലടക്കം വിമാനത്താവളത്തെ അനുകൂലിക്കുന്നവർ ഉണ്ടെന്ന തിരിച്ചറിവാണ് ഇതിന് പിന്നിൽ. ഇതിനെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അനുകൂലിക്കുന്നുമുണ്ട്. പടിഞ്ഞാറൻ മേഖലയിലേക്ക് വരുമ്പോൾ കുട്ടനാട് പാക്കേജിന്റെ പരിധിയിൽ 5 പഞ്ചായത്തുകൾ വരുന്നുണ്ട്. എന്നാൽ കുട്ടനാട് പാക്കേജിന്റെ പ്രയോജനം ഇവർക്ക് ലഭിച്ചിട്ടില്ലെന്നതാണ് വാസ്തവം. ഒരു കല്ല് പോലും ഇടാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാതെ വന്നതോടെ അപ്പർ കുട്ടനാട്ടിലെ കാർഷിക മേഖല കുറച്ചൊന്നുമല്ല പ്രതിസന്ധിയിലായത്. ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF ആണെങ്കിലും മുന്നണി സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന കേരള കോൺഗ്രസുകാർ ഈ വിഷയം ഉയർത്തിക്കാട്ടിയാണ് ഇവിടെ വോട്ട് തേടുന്നത്. പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി അനുവദിച്ച കുട്ടനാട് പാക്കേജ് നഷ്ടപ്പെട്ടത് വഴി ഇവിടുത്തെ ഈ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളുടെ മോഡലായിട്ട് പോലും ഒരു ബണ്ട് പോലും നിർമ്മിക്കാൻ കഴിയാത്ത ഏക പ്രദേശം ഈ അപ്പർ കുട്ടനാട് മേഖലയാണ്. അപ്പം കുട്ടനാട് പാക്കേജ് നടക്കാതെ പോയത് നടപ്പാക്കുവാൻ വേണ്ടിയുള്ള ഇതിനെ പ്രമുഖ സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരിക്കും ജില്ലാ പഞ്ചായത്തിൽ ഇടതുപക്ഷ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്നത്. ഇത്തരം പ്രശ്നങ്ങൾക്ക് പുറമെ കുടിവെള്ളം, റോഡ്, റേഷൻ എന്നീ പ്രശ്നങ്ങളും ആദിവാസി മേഖലയിലെ പിന്നോക്കാവസ്ഥയും ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ ചർച്ചയാകും. ഇതിനെല്ലാം ആവും വിധം മറുപടി പറഞ്ഞ് വോട്ട് തേടാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ.